ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന പറയുന്നുണ്ട് കേട്ടോ, സാറിൻ്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് ഇപ്പം എനിക്കറിയാം. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, നിനക്കറിയില്ല. എൻ്റെ മനസ്സിൽ നീ ഇപ്പോൾ ഒരു കുഞ്ഞാ, ഇന്നലെ ജനിച്ചു വീണ ഒരു ശിശു, ഒരു ഇളം പൈതൽ. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. ഞാൻ അത്രയ്ക്കേ ഉള്ളൂ അല്ലേ? അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് പോരെ നിനക്ക്? അത് മതി, എനിക്കതാ ഇഷ്ടം. അങ്ങനെയാകുമ്പോൾ വെറുതെ ഇരുന്ന് കരഞ്ഞാൽ മതിയല്ലോ, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രനും ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആശിച്ചതൊക്കെ വാങ്ങിത്തരാൻ നിനക്കൊരച്ഛനുണ്ടായിരുന്നില്ലല്ലോ ഇതുവരെ, ഇനി അത് ഞാനാകാം. നിനക്ക് കിട്ടാതെ പോയത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം അലീന പറയുന്നുണ്ട്, കുറേ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എനിക്കിപ്പോൾ കുറേ പണി തീരാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ചോറും കറിയും വെക്കണം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ശരി ശരി, നിൻ്റെ പണികളൊക്കെ നടക്കട്ടെ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത്? ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എല്ലാവർക്കും വേണ്ടി എന്താണോ ഉണ്ടാക്കുന്നത് അത് മതി എനിക്കും. പിന്നെ ഈ സാറ് വിളി ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോ. എല്ലാവരോടും ഞാൻ പറഞ്ഞില്ലേ നീ എൻ്റെ മകളാണെന്ന്. എൻ്റെ മക്കൾ എന്നെ എങ്ങനെയാണോ വിളിക്കുന്നത് നീയും അതുപോലെ വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ ആരും ചോദിക്കാനൊന്നും വരില്ലല്ലോ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന്. അപ്പോൾ പറ, എങ്ങനെയാണ് വിളിക്കണ്ടേ? അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ. അങ്ങനെ തന്നെ. അപ്പം അലീന പറയുന്നുണ്ട്, ഇനി ഞാൻ ഈ വിളി മാറ്റത്തില്ല, എന്നെ കൊന്നാലും ഞാൻ മാറ്റത്തില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ മരിക്കുന്നവരെ എന്നെ അങ്ങനെ തന്നെ വിളിക്കണം. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ അലീന റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ വാതിലിൻ്റെ മറവിൽ ഒളിച്ചു നിന്നിട്ട് ബാലേന്ദ്രനെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അലീനയാണെങ്കിൽ കൊച്ചുകുട്ടികളെ പോലെ ബാലേന്ദ്രനോട് കുസൃതി കാണിക്കുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ ഇങ്ങനെ ഒളിച്ചു നിന്ന് അച്ഛാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തുവാടി? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛന് ദോശയും ചട്നിയും വേണോ, അതോ ഇടിയപ്പവും കടലക്കറിയും വേണോ, അതോ ഇഡലിയും സാമ്പാറും മതിയോ? ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഇത് മൂന്നും ഓരോ പ്ലേറ്റിങ് പോരട്ടെ. അങ്ങനെ അലീനയും ബാലേന്ദ്രനും തമ്മിൽ നല്ലൊരു അച്ഛൻ മകൾ ബോണ്ടിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കമലേനെയാണ്. കമലയാണെങ്കിൽ ശിവശങ്കര മേനോനെ വിളിക്കുന്നുണ്ട്. ശിവേട്ടൻ ഇത് എവിടെയാ? ശിവേട്ടൻ അർജൻറ്റായിട്ട് ഇവിടെ വരെ വരേണ്ടി വരും തോന്നുന്നുണ്ട്. എന്താ കാര്യം? രാജീവൻ വന്നപ്പോൾ അലീനയെ കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം പറഞ്ഞായിരുന്നല്ലോ, അവളിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നോള്? അതേന്നേ, ബാലേന്ദ്രൻ അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നു. എന്തിനാ അവളെ വീട്ടിൽ കയറ്റിയേ? അപ്പം തന്നെ അടിച്ചിറക്കണ്ടേ അവളെ? വൈജയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലേന്ദ്രൻ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്താ ചെയ്തതെന്ന് ശിവേട്ടൻ അറിഞ്ഞോ? അലീനയെ ദത്തുപുത്രിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ഇനി മുതൽ അവൾ അവിടുത്തെ വേലക്കാരുമല്ല, ഹോം നേഴ്സും അല്ല. ബാലേന്ദ്രൻ ദത്തെടുത്ത മകളാ. അവൾക്കും തൻ്റെ മറ്റു മക്കളുടെ എല്ലാ സ്ഥാനവും അവകാശവും ഉണ്ടെന്ന് ബാലേന്ദ്രൻ അങ്ങ് പ്രഖ്യാപിച്ചു. ഇത് കേൾക്കുമ്പോൾ ശിവശങ്കരമേനോൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ രാജീവൻ അന്ന് വന്ന് ചെയ്തതൊക്കെ വെറുതെ ആയില്ലേ? അപ്പോൾ കമല പറയുന്നുണ്ട്, വെറുതെ ആയെന്ന് മാത്രമല്ല, പ്രശ്നം ഒന്നും കൂടി വഷളായി. നേരത്തെ അവൾ വീട്ടുവേലക്കാരിയാണല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ബാലേന്ദ്രൻ്റെ ദത്തുപുത്രിയായില്ലേ? എന്താ കഥ? ഇനി അവളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ, എന്താ കാര്യം എന്നറിയണ്ടേ? അപ്പോൾ കമല പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല ശിവേട്ടാ. ബാലേന്ദ്രനെ വലിയ രാജാപ്പാട്ട് കളിക്കുക. അയാൾ ആജ്ഞാപിക്കും, ബാക്കിയുള്ളവരൊക്കെ അനുസരിച്ചോണം. അപ്പോൾ ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, അതങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ബാലേന്ദ്രനിപ്പോൾ പഴയ ബാലേന്ദ്രനൊന്നല്ല, എന്തോ വലിയ സംഭവമാകുന്ന രീതിയിലാണ് ആളുടെ മട്ടും പാവമൊക്കെ. അതൊക്കെ ഞാൻ അറിഞ്ഞു, രാജീവൻ പറഞ്ഞു ആളെയും കൊണ്ട് ഏതോ റിസോർട്ടിൽ പോയി താമസിച്ചു എന്നൊക്കെ. അപ്പോൾ കമല പറയുന്നുണ്ട്, അതൊക്കെ നാലാളോട് പറയാൻ കൊള്ളാവോ? വൈജയന്തി എങ്ങനെ സഹിക്കുന്നു ആവോ? അവൾ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, ഞാനേതായാലും രാജീവിനെ ഒന്ന് വിളിക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താ വേണ്ടതെന്നൊന്ന് ആലോചിക്കട്ടെ. വൈജയ് ഞാൻ വൈകുന്നേരം വിളിക്കാമെന്ന് പറ, ഇപ്പം ഞാൻ ഫോൺ വയ്ക്കുവാണേ. അങ്ങനെ പറഞ്ഞ് ശിവശങ്കരമേനോൻ ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അലീനേനെയാണ് കേട്ടോ. അലീനയാണെങ്കിൽ ബാലേന്ദ്രനുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് വന്നതാ. ഡോർ അടഞ്ഞു കിടക്കുന്ന കാരണം അവൾ ആദ്യം സാറെന്നാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നെ ഓർത്തെ ഇപ്പം സാറല്ലല്ലോ, അച്ഛനല്ലേ. അങ്ങനെ അച്ഛന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ, വാതിൽ തുറക്കുമോ? ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ വാല് തുറക്കുന്നുണ്ട് കേട്ടോ.
ഇതെന്താ പതിവില്ലാതെ അടച്ചിട്ടിരിക്കുന്നേ? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാ. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, എന്തിന്? നീ എന്നെ എങ്ങനെയാ വിളിക്കുന്നതെന്ന് കേൾക്കാൻ. ഓ, ഭയങ്കര ബുദ്ധി തന്നെ, സമ്മതിച്ചു കേട്ടോ. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആദ്യം നീ എന്നെ സാറെന്നല്ലേ വിളിച്ചത്, പിന്നെയല്ലേ അച്ചാന്ന് മാറ്റി വിളിച്ചത്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് ഞാൻ ഇന്നലെ ജനിച്ചു വീണ കുഞ്ഞല്ലേ, ചെറിയ ചെറിയ തെറ്റൊക്കെ എനിക്കും പറ്റും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു, ഇനി സൂക്ഷിച്ചോണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന. എന്നിട്ട് പറയുന്നുണ്ട്, ആ ചൂട് പോകുന്നതിന് മുമ്പേ കഴിക്കുക, ഇപ്പോഴാണെങ്കിൽ 65 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുണ്ട്, ഇപ്പം കഴിച്ചില്ലെങ്കിൽ തണുത്തു പോവും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ചൂടില്ലെങ്കിലേ നീ വേറെ ഉണ്ടാക്കി കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല, റീഹീറ്റിംഗ് ഇല്ല. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താ പറ്റാത്തേ? ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അന്നൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കാരി ഇപ്പോൾ പോയി. എങ്ങോട്ട് പോയി? എല്ലാവരും കൂടി പിരിച്ചു വിട്ടില്ലേ? അപ്പം പിന്നെ ഇതൊക്കെ ആരാ ചെയ്യുന്നേ? ബാലചന്ദ്രൻ മേനോൻ സാറിൻ്റെ ഒരു മോള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തു തരുന്നതാ. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആണോ? ഷോ, ഭയങ്കരം തന്നെ. എവിടെയായിരുന്നു ഇത്രയും കാലം ഈ മോള്? അപ്പം അലീന പറയുന്നുണ്ട്, ആ, കഴക്കൂട്ടെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്, അവിടെയായിരുന്നു. അത് ശരി, എന്നിട്ട് ഇപ്പോഴാണോ അച്ഛൻ്റെ അടുത്തോട്ട് വരുന്നത്? അപ്പം അലീന പറയുന്നുണ്ട്, അതിന് അച്ഛൻ വിളിച്ചില്ല, അതുകൊണ്ട് വന്നില്ല. ഇന്നലെയാണ് വിളിച്ചത്, അപ്പോഴേ ഓടി വന്നു. ഓ, അങ്ങനെയാണോ? ഇനി ഈ മോള് പോയിക്കളയോ കഴക്കൂട്ടത്തേക്ക്? ഇല്ല, ഇനി ഈ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉറപ്പാണല്ലോ അല്ലേ? പിന്നല്ലാതെ. അങ്ങനെ ബാലേന്ദ്രൻ അലീനയും കൂടി ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നല്ല ബെസ്റ്റ് അച്ഛനും മോളും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ അച്ഛനും മോൾക്കും ഒരേ പ്രായം. അച്ഛൻ ഇന്നലെ ഉണ്ടായേ, അച്ഛന് മോളുണ്ടായതും ഇന്നലെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടച്ചാ. ഓർഫനേജിൽ നിന്ന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് മക്കളില്ലാത്ത കപ്പിൾസ് വരും. അങ്ങനെ അഡോപ്ഷൻ അഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് അവരങ്ങ് പോവും. അങ്ങനെയാണ് ആദ്യമായിട്ട് അവർ അച്ഛനും അമ്മയാവുന്നത്. അന്ന് തന്നെയാണ് ആ കുട്ടി അവരുടെ മകളോ മകനോ ആവുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഈ മകളെ മാത്രം എന്താ ആരും അഡോപ്റ്റ് ചെയ്യാൻ വരാതിരുന്നത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, ബ്രിജിത മമ്മി കൊടുത്തില്ല. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ചോദിച്ചു വന്നു എന്ന് ബ്രിജിത മമ്മി പറയായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നേ? അപ്പം അലീന പറയുന്നുണ്ട്, ചിലപ്പോൾ ഈ അച്ഛന് തരാൻ വേണ്ടി കാത്തു സൂക്ഷിച്ച് വെച്ചതായിരിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് കറക്റ്റ്, അതാണ് സത്യം. അങ്ങനെ അലീനോട് കൈ നീട്ടാൻ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അങ്ങനെ ബാലേന്ദ്രൻ അലീനയുടെ കയ്യിൽ ഒരു ഉമ്മ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ ഈ അച്ഛന് ഭക്ഷണം വെച്ച് തരേണ്ട കൈയല്ലേ ഇത്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അലീന ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛനൊന്ന് വിളിക്കാനൊക്കെ. അത് കിട്ടിയപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ 3 മക്കൾക്കും ഞാൻ കുറേ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, നിനക്കല്ലേ ഒന്നും കിട്ടാതെ പോയത്. അപ്പോൾ അലീന ബാലേന്ദ്രൻ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അലീന പ്ലേറ്റൊക്കെ എടുത്ത് പോവായിരുന്നു കേട്ടോ. അങ്ങനെ പോവാൻ നേരത്ത് അലീന എന്തോ ഓർത്ത് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ, അച്ഛാ. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ. അപ്പം അലീന വീണ്ടും വിളിക്കുന്നുണ്ട് അച്ഛാന്ന്. അങ്ങനെ 3-4 പ്രാവശ്യം വിളിക്കുമ്പോൾ ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, കേൾക്കാഞ്ഞിട്ടാണോ വിളി കേൾക്കാത്തത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല, കേൾക്കാൻ വേണ്ടിയിട്ടാ. എന്താ പറഞ്ഞോ? ഏയ്, ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞ് അലീന പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈജയന്തിനെയാണ് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ എവിടെയോ പോവാൻ യാത്ര ചെയ്ത് നിൽക്കുക. ഇത് കാണുമ്പോൾ കൃഷ്ണമോൾ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ പോവാ? എന്തിനാ അറിഞ്ഞിട്ട്? അല്ല, ദൂരെ എവിടേക്കെങ്കിലും പോവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതെന്താ, ഞാൻ വീട് വിട്ട് പോവാന്ന് വിചാരിച്ചോ? പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നേ. അച്ഛനോട് അലീന ചേച്ചിയോടുള്ള വിരോധം തീർക്കാൻ അമ്മയുടെ അവസാനത്തെ അടവാണല്ലോ ഈ ഇറങ്ങിപ്പോക്ക്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച് ഇറങ്ങിപ്പോവാന്ന് വിചാരിച്ചു. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നാണോ നിൻ്റെ വിചാരം? ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ, അമ്മ എങ്ങോട്ടും പോകണ്ട. അമ്മ സമാധാനമായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയുന്നത് കാണാനാണ് എനിക്കിഷ്ടം. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ സമാധാനത്തോടാണോടി ഇവിടെ കഴിയുന്നേ? നിങ്ങൾ കാണുന്നതല്ലേ ഞാനിവിടെ ആരാണെന്നും എൻ്റെ സ്ഥാനം എന്താണെന്നും. എന്തിനു പറയുന്നു, നിങ്ങളുടെ സ്ഥാനത്തിന് മീതിയായിട്ട് ഒരുത്തരെ പ്രദർശിച്ച് കഴിഞ്ഞല്ലോ ദത്തുപുത്രിയായിട്ട്. അതെല്ലാം കേട്ട് അംഗീകാരവും കൊടുത്തു എൻ്റെ മക്കൾ. അപ്പോൾ ബബിത പറയുന്നുണ്ട്,
അച്ഛൻ പറയുന്നത് അനുസരിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അച്ഛൻ പറയുന്നതിന് മറുത്തെന്തെങ്കിലും പറയാൻ പറ്റുമോ? അമ്മയെ കൊണ്ട് പറ്റുന്നില്ല അച്ഛനെ എതിർക്കാൻ, പിന്നെയാണോ ഞങ്ങൾ? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, തൽക്കാലം ആരും എതിർക്കാൻ പോണ്ട. അച്ഛൻ്റെ തീരുമാനം എന്താണോ അത് നടക്കട്ടെ. അലീന ചേച്ചിയെ അല്ലെങ്കിലും ഞാൻ സ്വന്തം ചേച്ചിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ചേച്ചിയാണെങ്കിൽ എന്നെയും ബബിത ചേച്ചീനെയും രോഹിതേട്ടനെയും ഒക്കെ സ്വന്തം സഹോദരങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അലീന ചേച്ചിയോട് നമ്മളെന്താ ചെയ്തത്? ഒരു ഹോം നേഴ്സായി കണ്ടില്ലെന്ന് മാത്രമല്ല, ഒരു വേലക്കാരിയേക്കാൾ താഴെയായി കാണുകയും ചെയ്തു. ഉള്ള പണിയെല്ലാം എടുപ്പിച്ച് അടിച്ചമർത്തി ഫിസിക്കലി മെൻ്റലി ടോർച്ചർ ചെയ്തു. ഇത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം വന്നു കേട്ടോ. നിർത്തണേ, എങ്ങോട്ടാ നീ കയറി പോന്നേ? നീ നിൻ്റെ അച്ഛനെ പഠിക്കുകയാണോ? ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ. ആ, അച്ഛന് പഠിക്കുന്നതാണ് നല്ലത്, അമ്മയ്ക്ക് പഠിക്കാൻ നിന്നാൽ ഞാനൊരു വഴിയാവും. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്തുദ്ദേശിച്ചാടി അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ടുപിടിച്ചാൽ നീ ഏതു വഴിക്ക് പോകുന്നാ? ചോദിച്ചത് കേട്ടില്ലേടേ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മേ അത് വിട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവളെ ഞെളിപ്പ് കണ്ടില്ലേ? കുറച്ച് ദിവസം അച്ഛൻ്റെയും ആ ദത്തുപുത്രിയുടെയും കൂടെ ഒരു റിസോർട്ടിൽ പോയി താമസിച്ചപ്പോൾ അവൾ ആകെ മാറിപ്പോയി. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടും മാറിയിട്ടില്ല, ഇതൊക്കെ അമ്മയുടെ വെറും തെറ്റിദ്ധാരണകളാണ്. അലീന ചേച്ചി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാ, അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. അലീന ചേച്ചി ഇവിടെ വന്നത് മുതൽ ഇന്ന് വരെ ആ ചേച്ചിയിൽ ഒരു കുറ്റവും എനിക്ക് കണ്ടെത്താനായിട്ടില്ല. എന്നിട്ടും അലീന ചേച്ചിയാണ് ഈ കുടുംബം തകരാൻ കാരണം എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും, അലീന ചേച്ചിയെ എല്ലാവരും കൂടി പുറത്താക്കാൻ നിന്നപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാ? അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്ക് അങ്ങനെയെങ്കിലും തീർന്നിണെങ്കിൽ തീർന്നോട്ടേന്ന് വെച്ചിട്ടാ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ നിൻ്റെ അച്ഛനോടും ആ ദത്തുപുത്രിയോടും പോയി പറഞ്ഞേക്ക്, എൻ്റെ വാക്കിന് വില തരാത്തോടത്തോളം ഈ വഴക്കൊന്നും തീരാൻ പോകുന്നില്ലെന്ന്. അലീന അല്ലെങ്കിൽ വൈജയന്തി രണ്ടിലൊരാൾ മാത്രമേ ഈ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ വെറുതെ വാശി കഴിഞ്ഞൊക്കെ നിൽക്കണ്ട. അച്ഛൻ്റെ തീരുമാനത്തിനെതിരെ നിന്നാൽ പ്രശ്നം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അച്ഛനിവിടെ ഉള്ളിടത്തോളം കാലം അലീന ചേച്ചി ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് കൃഷ്ണമോൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മേ അവൾ എന്തെങ്കിലും പറയട്ടെ. അമ്മ പറ, ശരിക്കും ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ടും പുറപ്പെട്ടു പോകാനൊന്നും പോകുന്നില്ല. അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കണം, ആ ബെൽറ്റ് ഒന്ന് മാറ്റണം, എന്നിട്ട് കൊല്ലപ്പള്ളിയെ കൊണ്ട് വിടണം. ദത്തപുത്രയെ പ്രഖ്യാപിച്ചെങ്കിലും അവളിവിടെ തുടരാൻ ഒരു കാരണം ഉണ്ടല്ലോ, അമ്മയുടെ കെയർ ഗീവർ എന്ന പദവി. അതെടുത്ത് കളഞ്ഞാൽ പിന്നെ ആ പേരും പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെയുള്ളത് ദത്തുപുത്രി എന്ന ടാഗ്, അതവൾക്ക് കൊടുത്ത ആളെ കൊണ്ട് തന്നെ എടുത്ത് കളയിക്കാൻ എനിക്കറിയാം. പിന്നെ കാണിക്കുന്നത് അലീനേനെയും മുത്തശ്ശീനെയാണ് കേട്ടോ. അലീനയാണെങ്കിൽ മുത്തശ്ശീനെ ഒരുക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് കേട്ടോ. അവിടേക്ക് വൈജയന്തി കയറി വരുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മ വേഗം റെഡി ആയിക്കോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആശുപത്രിയിൽ പോകാനല്ലേ, ഞാൻ എപ്പോഴേ റെഡിയാ. ആര് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന്? അലീന പറഞ്ഞു. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അമ്മയുടെ ബാഗും സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത്? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതവിടെ അലമാരിയിൽ ഇരിപ്പുണ്ട്. അങ്ങനെ വൈജയന്തി പോയി ബാഗും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ മുത്തശ്ശിയുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഇതെന്താ ചെയ്യുന്നേ? എന്തിനാ എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നേ? നമ്മൾ ആശുപത്രിയിലോട്ടല്ലേ പോകുന്നേ? അപ്പോൾ അലീനയും ചോദിക്കുന്നുണ്ട്, ഇതെന്താ മുത്തശ്ശീനെ അഡ്മിറ്റ് ആക്കാനാണോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മേ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ നമ്മൾ കൊല്ലപ്പള്ളിയിലോട്ടാണ് പോകുന്നത്, ഇനി അമ്മ അവിടെയാണ് താമസിക്കുന്നത്. ഇത് കേട്ടതും മുത്തശ്ശി ഞെട്ടുന്നുണ്ട് കേട്ടോ. നീ എന്നതാടി ഈ പറയുന്നേ? കമലയുടെ അടുത്തോട്ട് എന്നെ കൊണ്ട് വിടാനോ? ഇവിടെ താമസിച്ച് അമ്മയ്ക്ക് സുഖം കൂടിപ്പോയി. ഞാനല്ലല്ലോ, ശിവേട്ടനല്ലേ അമ്മ എന്നെ നോക്കേണ്ടത്. കൊല്ലപ്പള്ളിയല്ലേ അമ്മയുടെ തറവാട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനേക്കാൾ ഭേദം നീ എന്നെ കൊന്നു കളയുന്നല്ലേടി. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എല്ലായിടത്തും ആൺമക്കളാ അമ്മമാരെ നോക്കുന്നേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്നെ കൊല്ലപ്പള്ളിയിലോട്ടൊന്നും കൊണ്ടുവിടണ്ട വൈജയ്, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആ റോഡിലോട്ട് കയറ്റി വിട്ടാൽ മതി, ഞാൻ പിച്ചെടുത്തിട്ടാണെങ്കിലും ജീവിച്ചോളാം. എന്നിട്ട് വൈജയന്തി അലീനോട് പറയുന്നുണ്ട്, അമ്മയെ നോക്കാൻ വന്നവളാണല്ലോ നീ, ഇനി മുതൽ അമ്മേനെ കൊല്ലപ്പള്ളിയിൽ ഇരുന്നോണ്ട് നോക്കിയാൽ മതി, നിന്റെ ബാഗും കൂടി പാക്ക് ചെയ്തോ. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, മാഡം കൊല്ലപ്പള്ളി വീട്ടിലോട്ട് പോയി അമ്മയെ നോക്കാനായിട്ട് ഞാൻ കൈതക്കെ വീട്ടിലെ ജോലിക്കാരിയല്ല. ഇത് കേട്ടതും വൈജയന്തി പറയുന്നുണ്ട്, അല്ല സമ്മതിച്ചു, നീ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ, നിനക്കൊരു പ്രൊമോഷനും ട്രാൻസ്ഫറും കൂടി തരുമോ ഞാൻ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയെന്ന് ആര് പറഞ്ഞു? ആ ജോലിയിൽ നിന്ന് എന്നെ എന്നേ പിരിച്ചു വിട്ടു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിനുശേഷം നീ പിന്നെയും വന്നല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഇവിടുത്തെ സ്റ്റാഫായിട്ടുമല്ല ഹോം നേഴ്സായിട്ടുമല്ല, ഇവിടുത്തെ അച്ഛൻ്റെ മകളായിട്ടാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ നിൻ്റെ നെറ്റിയിൽ എൻ്റെ മകളാണെന്ന് എഴുതി വെച്ചാൽ നീ എങ്ങനെ മകളാവോടി? അപ്പോൾ അലീന പറയുന്നുണ്ട്, ആവോന്നല്ല, ആയിക്കഴിഞ്ഞു. മാഡത്തിൻ്റെ മക്കളെ പോലെ തന്നെ ഞാനും അദ്ദേഹത്തെ അച്ഛനെന്നാണ് വിളിക്കുന്നത്. എൻ്റെ അച്ഛൻ, മാഡം എൻ്റെ അമ്മ,
ഇത് കേട്ടതും വൈജയന്തിക്ക് ദേഷ്യം വന്നു കേട്ടോ. നിർത്തടി, ഞാൻ നിൻ്റെ അമ്മയോ? അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്